കിട്ടും. അത്യാവശ്യം ഒരു ടാക്സിക്കാർക്ക് യൂസ് ആക്കാൻ പറ്റും. ചെറിയ ടാക്സി ഉണ്ട്. അതായത് സൈലോന്റെ ചെറിയൊരു ഫാമിലിക്ക് നടത്താൻ പറ്റിയ നല്ല വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അത് നമ്മൾ 290 ചോദിക്കുന്നത്. 290 എന്തെങ്കിലും ചെറുമട്ടത്തിൽ വ്യത്യാസം കൊടുക്കാം. അതിന് ലോണൊക്കെ കിട്ടും. ലോൺ കിട്ടും. അത്യാവശ്യം 2,500 ലോൺ 2,500 ലോൺ കിട്ടും. 290 ചോദിക്കുന്നത് അല്ലേ? അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് എംഹോക്ക് എഞ്ചിനാ വരുന്നത്. എത്ര വണ്ടി എത്ര നിലവിൽ എത്ര ഓട്ടോ ഉണ്ട്? ഇത് 160 ഓടിയിട്ടുണ്ട്. 160 ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും മേജർ കംപ്ലൈന്റ് മേജറായിട്ടൊന്നുമില്ല. 5 വർഷം പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് വണ്ടിക്ക്. നിലവിൽ 5 വർഷം പേപ്പർ ഉണ്ട്. പേപ്പർ എടുത്തിട്ടുണ്ട് ഓൾറെഡി. എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആണ്. മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി മെക്കാനിക്കൽ പറഞ്ഞാൽ സ്കോർപിയോയിൽ ക്വാളിറ്റി വണ്ടിയാണ്. അതായത് എല്ലാം ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. പേപ്പർ കാര്യങ്ങൾ പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം. വണ്ടി മെക്കാനിക്കൽ യാതൊന്നും ചെയ്യാനില്ല. ഓഫ് റോഡ് ഡ്രം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ. എത്ര ചോദ്യം? നമ്മള് 165 ചോദിക്കുന്നുണ്ട്. പുതിയ പേപ്പറിൽ 165 ചെറുമട്ടത്തിൽ വ്യത്യാസം ചെയ്ത് കൊടുക്കുക. വില കുറച്ച് തരും കേട്ടോ. 165 ചോദിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് തിരൂർ വലിയപാടം അൽഹംദ് യൂസർ കാർ ഷോറൂമിലാണ്. ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇവിടെ അതുമല്ലാതെ ഒരുപാട് ചെറുവണ്ടികളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഷമീമാണ്. ഷമീമ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എന്തുപാട്? നോമ്പൊക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ മാക്സിമം എത്ര വണ്ടി ഉണ്ടാവും 7 സീറ്റ്? ഇവിടെ 7 സീറ്റ് 10-11 വണ്ടിയുണ്ട്. ഒരു 11 വണ്ടിയുണ്ട്. ഓക്കെ, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന വണ്ടികളാണ് കേട്ടോ. ഈ സ്കോർപിയോ അതുപോലെ തന്നെ ബൊലേരോ ഉണ്ട്. പിന്നെ അത് ഏതാണ്ടി? അത് താറാണ്. മഹീന്ദ്രന്റെ താറുണ്ട്. പിന്നെ എക്സ്യൂ ഉണ്ട്. പിന്നെ ഇന്നോവ 3 പീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ഇവിടുത്തെ ഒന്ന് പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ. ഇവിടെ തിരൂരിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മൂച്ചിക്കൽ പാലം കഴിഞ്ഞ പാടെ ലെഫ്റ്റ് സൈഡിലുള്ള ഷോറൂമാണ്. ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേര് എന്താണ്? ഇത് കറക്റ്റ് വലിയപാടം. അപ്പൊ ഇത് താനൂരിനും തിരൂരിനും ഇടയിൽ വരുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് തിരൂരിന് വരികയാണെങ്കിൽ മൂച്ചിക്കൽ പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന യാർഡാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ലോങ് എന്ന് വരികയാണെങ്കിൽ ഇപ്പൊ തെക്കുന്ന വടക്കുന്ന ഏത് ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോ ട്രെയിനിൽ ഇവിടെ തിരൂർ ഇറങ്ങുക ഒരു 50 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ ഇവിടെ എത്തോട്ടാ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം 7 സീറ്റിൽ തന്നെ തുടങ്ങാം. ഇത് എത്ര മോഡലാണ് വണ്ടി? ഇത് 2013 ഇന്നോവയാണ്. 2013 G4 ആണ്. G4 ഇന്നോവയാണ്. നിലവിൽ കേരള നമ്പർ ആയിട്ടുണ്ട്. കേരള നമ്പർ ആയിട്ടുണ്ട്. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 2 ലക്ഷം കിലോമീറ്റർ. 2 കാണിക്കുന്നുണ്ട് അല്ലേ? ജെനുവിൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല അല്ലേ? പക്കാണ്. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല വണ്ടിയാണ്. മെക്കാനിക്കൽ പരമായിട്ട് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? നല്ല വണ്ടി. ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടി. 7 സീറ്റ് വണ്ടിയാണ്. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാലില്ലേ, ഇതിന്റെ ക്വാർട്ടർ ഗ്ലാസോ മെയിൻ ഗ്ലാസോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല. പിന്നെ അതുകൊണ്ട് ആർക്കും ഇത് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 6,50,000 രൂപ. 6,50,000 6,50,000 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. മാക്സിമം 10-1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോൺ 1 ലക്ഷം 1.25 ലോൺ ഇറക്കാൻ പറ്റും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. അടുത്ത നമുക്ക് വീണ്ടും ഒരു ഇന്നോവ തന്നെ നോക്കാം. ഇത് മോഡൽ സെയിം 2013 8 സീറ്റ് ആണ്. 8 സീറ്റർ ആണ്. 2013 മോഡൽ G4 ആണ്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഇല്ല. വണ്ടി മേജറായിട്ട് അപകടങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പക്കാണല്ലേ? തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല വണ്ടി. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ മെയിൻ ക്ലാസ് അത് പുറത്തുനിന്ന് വരുന്ന വണ്ടികളല്ല. എന്തായാലും മെയിൻ ക്ലാസ് 90% വണ്ടികൾക്ക് മാറിയിട്ടുണ്ട്. അതെ, മാറിയിട്ടുണ്ട്. കുറച്ച് വണ്ടികൾ മാറാതെ നമുക്ക് കിട്ടില്ല. അതെ. അതിപ്പോ ഇനി ആരും മാറിയിട്ടില്ല എന്ന് പറഞ്ഞാലും കസ്റ്റമർക്ക് അറിയാം. വന്ന് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം. പിന്നെ വണ്ടി മേജർ ആയിട്ട് ആക്സിഡന്റ് ഇല്ല. വണ്ടി പക്കാണ്. മെക്കാനിക്കൽ പരമായിട്ട് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എണ്ണടിച്ച ഓട അത്രേ ഉള്ളൂ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 7 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 7 രൂപ ചോദിക്കുന്നുണ്ട്. 2013 മോഡല് ഇന്നോവ G4 ചോദിക്കുന്ന 7 ലക്ഷം രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഒരു വില കുറവാണ്. കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ല. അടുത്ത നമുക്ക് വീണ്ടും ഒരു ഇന്നോവ നോക്കാം. ഇത് എത്ര മോഡലാണ്? ഇത് 2010 നിലവിൽ കേരള നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. നിലവിൽ കേരള നമ്പർ ആയിട്ടുണ്ട്. 55 മാറിയിട്ടുണ്ട്. 2015 ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്. 2015 നമ്പർ ആയിരിക്കും വണ്ടി. 15 നമ്പർ ആയത്. ഓക്കെ. 2010 മോഡലാണ്. 15 ഇവിടെ നമ്പർ ആയത്. ഓക്കെ. ഇത് G4 അല്ലേ? അതെ. G4 വണ്ടി എന്തുപാട്? വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആയിട്ടൊന്നുമില്ല. മെയിൻ ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. മെയിൻ ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. നല്ല വണ്ടി അല്ലേ? നല്ല വണ്ടിയാ. ഓക്കെ. ഇത് എത്ര ചോദ്യം? ഇത് നമ്മള് 4,75,000 രൂപ. 4,75 ടൈപ്പ് 4 ആയിട്ട് ആക്കിയിട്ടില്ല വണ്ടിയാ. ഇത് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളു ഭാഗത്ത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ, AC കാര്യങ്ങളൊക്കെ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒക്കെ വർക്കിംഗ് ആണല്ലേ? യാതൊരു 2010 ആയതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഒക്കെ ഫുൾ ആണ്. ഓക്കെ. എത്ര? 4,75 ചോദിച്ചത്. വില ചെറുമട്ടത്തിൽ വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസം വരുത്തി തരും കേട്ടോ. ഇവിടെ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ വില വ്യത്യാസം. നമുക്ക് 3.5 ലക്ഷം രൂപ ലോൺ കൊടുക്കണ്ട. 3.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 3.5 കിട്ടും. 3.5 രൂപ ലോൺ കിട്ടും ഇതിന്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. അടുത്ത നമുക്ക് ഒരു മഹീന്ദ്രന്റെ XUV അല്ലേ? ഇത് എത്ര മോഡലാണ്? ഇത് 2016 W6 വേരിയന്റ്. W6 വരുമ്പോൾ മിഡിൽ ഫുൾ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ അല്ലേ? ഓക്കെ. വണ്ടി എന്ത് പാട്? വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. പിന്നെ നമ്പർ ആക്കാനുള്ള വണ്ടിയാ. കേരള നമ്പർ ആക്കാനുള്ള വണ്ടിയാണ്. ആയിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ. ഇത് നമ്പർ ആവാത്ത വണ്ടിയാണ് കേട്ടോ.
ഇപ്പൊ നിലവിൽ NOC ഉള്ളത് ഇപ്പൊ നിങ്ങൾ എങ്ങനെ കൊടുക്കാം നമ്പർ ഇത് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് 7 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 7 ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എത്ര ഓടിക്കണം വണ്ടി? ഇത് 1 ചില്ലറ ഓടിക്കണം. 1 ചില്ലറ ഓടിയിട്ടുണ്ട്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഇല്ല, മേജർ ആയിട്ട് അപകടങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ല? പക്ക വണ്ടി. മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഇത്രയും നല്ല വണ്ടിക്കാണ് നിങ്ങൾ ഇപ്പൊ 7 ഉറുപ്പ് ചോദിച്ചത്. 2016 മോഡല്, അതായത് നമ്പർ ആക്കിയിട്ട് നിങ്ങൾ 7 ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം, അതിലും കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കോ ചേട്ടാ. ഇത് നമ്പർ ആക്കിയിട്ടാണ് 7 ഉറുപ്പ് ചോദിക്കുന്നത്. 2016 W6 അല്ലേ? W6 ആണ്. W6 പിന്നെ ഇതൊന്നും വരില്ല, W10 തന്നെ, അത് ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. അപ്പൊ അടുത്ത നമുക്ക് മഹീന്ദ്രന്റെ ബൊലേറോ നോക്കാം. ബൊലേറോ എത്ര മോഡലാണ്? ബൊലേറോ 2014 ആണ്. 2014 മോഡലാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ SLX ആണ്. ഫുൾ ഓപ്ഷൻ നേരെ താഴെ വണ്ടി തന്നെ. ഓക്കെ, വണ്ടി എന്ത് പറയും? പക്ക വണ്ടിയാണ്. മറ്റേ DI ടർബോ എഞ്ചിനാണ്. നല്ല മൈലേജ്, നല്ല മൈലേജ് ഒക്കെ വണ്ടിയാണ്. മൈലേജ് കൂടുതൽ കിട്ടും അല്ലെ? ഇന്റീരിയർ ഭാഗത്ത് നല്ല ക്വാളിറ്റി സീറ്റ്, അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഒരു മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട്. ഇത് എത്ര നിങ്ങൾ മോഡൽ പറഞ്ഞ? 2014 മോഡൽ. ഓക്കെ, ഓട്ടോ എത്രയാണ്? ഓട്ടോ 1.18 ആയിട്ടുണ്ട്. 1.18 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കുറച്ച് സർവീസ് ഉണ്ട്. സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മള് 5 ലക്ഷം രൂപ 5 ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും കേട്ടോ. 5 ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ധൈര്യത്തിൽ എടുക്കാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണെന്ന് ഇവർ പറയുന്നത്. ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടി. അത് നമുക്കൊരു താറ് നോക്കാം അല്ലേ? ഓക്കെ, ഇതെന്ത് ജീപ്പിനെ താറാക്കിയതാ? അല്ല, ഇത് താറ് ഹാർഡ് ടോപ്പ് ചെയ്താണ്. ഓക്കെ, ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇത് 2017 മോഡല് നമ്പർ ആക്കിയ വണ്ടിയാണ്. നിലവിൽ കേരള നമ്പർ ആയിട്ടുണ്ട് വണ്ടി. ഇത് പുറത്തുനിന്ന്. ഓക്കെ, 2017 മോഡൽ. ഓക്കെ, ബാക്കി 4 വീൽ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് പറഞ്ഞാൽ ആ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രില്ല് ബമ്പർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ കയറിയിട്ടുണ്ട്. ഇത് എത്ര ചോദ്യം? ഇത് നമുക്ക് 690 ചോദിക്കുന്നുണ്ട്. നമ്പർ ആക്കിയിട്ട് വണ്ടിയാണ്. 690 ചോദിക്കുന്നുണ്ട്. വില കട്ട് ചെയ്ത് കുറച്ച് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ ലോൺ ഇട്ടില്ല, ഫുൾ ഇട്ടില്ല, മാക്സിമം ചെയ്ത് കൊടുക്കാം. 10 ഉറുപ്പിന്റെ. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ഇവിടെ മഹീന്ദ്രന്റെ ഇതേതാണ് വണ്ടി? ഇത് TUV. TUV ആണല്ലേ? ഓക്കെ, മഹീന്ദ്ര TUV. ഇവിടെ നിരന്ന് വെച്ചോണ്ട് ഒന്നും മനസ്സിലാവില്ല ഏത് വണ്ടി എന്നൊക്കെ. ഇത് എത്ര മോഡലാണ്? ഇത് 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2015 ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഏതാ വരുന്നത്? T8 ആണ്. T8 അല്ലേ? ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി നല്ല വണ്ടിയാണ്. അതായത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുണ്ട്, കാണാൻ വൃത്തിയുണ്ട്. നല്ല കാണുമ്പോൾ മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട്. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആയിട്ടൊന്നുമില്ല. നല്ല വണ്ടിയല്ലേ? എത്ര ഓടിക്കണേ? ഇത് 1 ലക്ഷം കിലോമീറ്ററിന് മേലായിട്ടുണ്ട് തന്നെ. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ നിൽക്കുന്നുണ്ട്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് വരുന്നത്. 43 ടയർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്. ഓക്കെ, നല്ല കട്ടുള്ള ടയർ ഉണ്ട് 4 ഭാഗത്തും. അലൈവീല്, എയർ ബാഗ്, ABS, കൺട്രോൾ എല്ലാം ടോപ്പിന്റെ എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലേ? ഓക്കെ, ഇത് എത്ര ചോദ്യം? ഇത് നമ്മള് 490 ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പജേറോ നോക്കാം. പജേറോ എത്ര മോഡൽ? പജേറോ 2011 മോഡല് 12 രജിസ്റ്റർ ആണ്. ഓക്കെ, അതായത് SFX ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് തന്നെ. ഇത് വണ്ടി റീവണ്ടി അല്ലേ? കേരള നമ്പർ ഓൾറെഡി ആയിക്കണം. പെരിന്തൽമണ്ണയാണ് റേസിനുള്ളത്. 53. അപ്പൊ വണ്ടിയെ പറ്റി ഒന്ന് പറഞ്ഞു. വണ്ടി എന്താണ്, എല്ലാ കാര്യങ്ങളും പക്കയാണ്. അതായത് എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹൈബ്രിഡ് ക്ലച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. തന്നെ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി പക്കല 4 ടയർ പക്ക ടയർ ഉണ്ട്. 4 വീല് പക്ക വർക്കിംഗ് ആണ്. തന്നെ. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ ഉണ്ട് അല്ലേ? ഓക്കെ, ഇന്റീരിയർ ഭാഗത്തൊക്കെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 9 ലക്ഷം രൂപ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ അത് നമുക്ക് സ്കോർപിയോ നോക്കാം. സ്കോർപിയോ എത്ര മോഡലാണ്? സ്കോർപിയോ വണ്ടി നോക്കുകയാണെങ്കിൽ 2010 വണ്ടിയാണ്. പക്ഷെ കാണുമ്പോൾ 2016 മോഡലിലേക്ക് കൺവേർട്ട് ആക്കി തന്നെ. അതായത് ഇന്റീരിയർ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് കൺവേർട്ട് ആക്കി ഫുള്ള് മൊത്തത്തില് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2010 മോഡൽ എന്ന് ആരും പറയൂല. പിന്നെ 2016 മോഡലിന്റെ ആ ഒരു ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയതല്ല. ഇന്റീരിയർ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ സെറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് എംഹോക്ക് എഞ്ചിനാ വരുന്നത്. എത്ര വണ്ടി നിലവിൽ എത്ര ഓട്ടോ ഉണ്ട്? ഇത് 160 ഓടിയിട്ടുണ്ട്. നല്ല എന്തെങ്കിലും മേജർ കംപ്ലൈന്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. 5 വർഷം പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് വണ്ടിക്ക്. നിലവിൽ 5 വർഷം പേപ്പർ ഉണ്ട്. പേപ്പർ എടുത്തിട്ടുണ്ട് ഓൾറെഡി. എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആണ്. മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി മെക്കാനിക്കൽ പറഞ്ഞാൽ സ്കോർപിയോയില് ക്വാളിറ്റി വണ്ടിയാണ്. അതായത് നല്ല ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല. ഇപ്പൊ നിലവിൽ എത്ര ചോദ്യം? ഇത് നമ്മള് 5,15,000 രൂപയ്ക്ക് ഉണ്ട്. കുറച്ചെടുക്കാം. 5-15. ഓക്കെ, വില കുറച്ച് തരും. 5-15 ചോദ്യം. കൺവേർട്ട് ആക്കിയിട്ടാണ് റേറ്റ്. സ്കോർപിയോ സാധാരണ റേറ്റ് ഇല്ല. അത് ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ളതുകൊണ്ടാണ്. ലോൺ കിട്ടും. ലോൺ നമുക്ക് സുമോ ഗ്രാൻഡ് അല്ലേ? ഇത് എത്ര മോഡലാണ്? ഇത് 2010 മോഡൽ. 2010 മോഡലാണ്. വണ്ടി എന്ത് പാട്? വണ്ടി ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. പേപ്പർ കാര്യങ്ങൾ പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം. വണ്ടി മെക്കാനിക്കൽ യാതൊന്നും ചെയ്യാനില്ല. ഓഫ് റോഡ് ഡ്രം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ? എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ?
എത്ര ചോദ്യം? നമ്മള് 1.65 ചോദിക്കുന്നുണ്ട് 1.65. പേപ്പറിൽ. പുതിയ പേപ്പറിൽ 1.65 ചെറുമട്ടത്തിൽ വ്യത്യാസം കൊടുക്കാം. ചെയ്ത് കൊടുക്കും അല്ലേ? വില കുറച്ച് തരും കേട്ടോ. 1.65 ചോദിക്കുന്നത്. ഇവിടെ നമുക്കൊരു മഹീന്ദ്രന്റെ കോണ്ടോ നമുക്ക് നോക്കാം. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. എത്ര മോഡൽ? 2012 ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഇതിന്റെ. 12 മോഡലാണ്. വണ്ടി എന്ത് പാട്? വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസിന്റെ ഒരു ക്രാക്ക് ഉണ്ട്. അത് മൈലേജ് എത്ര കിട്ടും? അത് ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത്യാവശ്യം ഒരു ടാക്സിക്കാർക്ക് യൂസ് ആക്കാൻ പറ്റും. ചെറിയ ടാക്സി ഉണ്ട്. അതായത് സെയിലോന്റെ ചെറിയൊരു ഫാമിലിക്ക് നടത്താൻ പറ്റിയ നല്ല വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അത് നമ്മൾ 2.90 ചോദിക്കുന്നത്. 2.90. എന്തെങ്കിലും ചെറുമട്ടത്തിൽ വ്യത്യാസം കൊടുക്കാം. അതിന് ലോണൊക്കെ കിട്ടും. ലോൺ കിട്ടും. അത്യാവശ്യം 2,400 ലോൺ 2,400 ലോൺ കിട്ടും. 2.90 ചോദിക്കുന്നു അല്ലേ? വില കുറച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് അല്ല. 2012 മോഡൽ അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരനെ വന്ന് നോക്കിയാൽ. അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ നമ്പർ ഉണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ ഒരു വാട്സപ്പ് വഴി ആയിട്ട് ലൊക്കേഷൻ വിട്ടുതരും. അപ്പോൾ പ്ലേസ് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. തിരൂറാണ് പ്ലേസ് ചെയ്യുന്നത്. തിരൂരിന് താനൂറിലേക്ക് വരുന്ന വഴി, അതായത് മൂച്ചിക്കൽ പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന യാർഡാണ്. അൽഹംദ് യൂസർ കാർ ഷോറൂമാണ്. ഓക്കെ. അപ്പോൾ പുതിയൊരു വീടുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.